ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ആൻസി ജോയ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 6 വർഷമായിട്ട് ഖത്തറിലായിരുന്നു. എനിക്ക് എപ്പോഴും പനി വരികയും വയറിനകത്ത് വേദന വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ എടുത്ത് പെയിൻ കില്ലർ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മകളുടെ പ്രസവത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ നാട്ടിൽ വരികയും പിടിയിൽ നിന്ന് എനിക്ക് മുട്ടിനകത്ത് വേദന ഉണ്ടാവുകയും കാല് നിലത്ത് കുത്താൻ മേലാതെ വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, പിടിയിൽ നിന്ന് ചേച്ചി കൊണ്ടുപോയി ഒരു ബ്ലഡ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബ്ലഡ് പരിശോധിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രോയെ ഉടനെ തന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഗ്യാസ്ട്രോയെ കൊണ്ട് കാണിച്ചു. ഒരു 3-4 പ്രാവശ്യം ബ്ലഡ് പരിശോധിച്ച് പുറത്തോട്ട് എൻ്റെ ബ്ലഡ് റിസൾട്ടിനായിട്ട് വിടുകയും അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേന് ആദ്യം അൾട്രാസൗണ്ട് ചെയ്തു, അത് കഴിഞ്ഞ് CT സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടറിന് സംശയം. ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസർ ആണെന്നാണ് തോന്നുന്നത്. ആൻസിയുടെ വയറ് നിറച്ച് മുഴകളാണ്, ചെറിയ ചെറിയ കുരുക്കളുമാണ്, 4 മുഴകളുമുണ്ട് എന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ പെപ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങളെ ബില്ലി വൈസിലേക്ക് ഹെമറ്റോളജിയെ കാണിക്കണമെന്ന് പറഞ്ഞു. ഹെമറ്റോളജിയുടെ അടുത്ത് പോയി. അപ്പം ഞാൻ ഈ സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ സ്കാൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ 5:30 എന്നും എഴുന്നേറ്റ് അച്ഛൻ്റെ പ്രതിഷ്ഠ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലം ഞാൻ ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 2-ാം തീയതി 2025 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ അച്ഛൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥിക്കുമ്പോഴല്ല എൻ്റെ വയറിൽ ഞാൻ വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് എൻ്റെ വായിലായിട്ട് ഞാൻ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു വയറിൽ മുഴയുള്ളവർ സ്റ്റിച്ചുള്ളവരും എല്ലാം വയറിൽ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്കൊരു കുഴപ്പം ഉണ്ടാവരുതേ എന്ന്. എൻ്റെ പ്രാർത്ഥനയുടെ കൃപയായിട്ട് ഞാൻ പെപ് സ്കാൻ ചെയ്തു. ഡോക്ടർമാർക്ക് അതിഭയങ്കര. ഞാൻ എന്നിട്ട് സ്കാൻ ചെയ്ത് ബയോപ്സിക്ക് വിട്ടു. എനിക്കൊരു സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ ബയോപ്സിക്ക് വിട്ടു. ബയോപ്സി 12 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ആ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ആ സർജറി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ കൃപയനുസരിച്ച് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പരിശുദ്ധ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് എൻ്റെ റിസൾട്ട് കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഒത്തിരി അമ്മയുടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും റിസൾട്ട് പിറ്റേ ദിവസം കിട്ടി. എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഡോക്ടറിന് വിശ്വാസം വരുന്നില്ല. കാരണം എനിക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടേഴ്സ് മുഴുവനും 4 ഡോക്ടർമാരും തർപ്പിച്ചു പറഞ്ഞതാണ്. എൻ്റെ അമ്മയോടും ഈശോയോടും തിരുക്കുമാരനോടും ഞാൻ സ്കാൻ ചെയ്യാൻ പോകുമ്പോഴെല്ലാം ഈ ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ എൻ്റെ സഞ്ചാരി മാതാവേ എൻ്റെ കൂടെ വരണമേ, എനിക്കാരുമില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ തിരുമുഖം മാത്രമേ എൻ്റെ മനസ്സിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം നടക്കുന്ന വഴി എല്ലാം ചൊല്ലുമായിരുന്നു. എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അച്ഛനെപ്പോഴും പറയുന്നത് പോലെ വിശ്വാസ പ്രമാണം അത് വലിയൊരു പ്രാർത്ഥനയാണെന്ന് എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈശോയും എനിക്ക് തെളിയിച്ചു തന്നു. ഇതിന് കോടാനുകോടി എൻ്റെ അമ്മയോട് ഈശോയോട് ഞാൻ ഈ തിരുസന്നിധിയിൽ വന്ന് നിങ്ങളോട് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിനായിട്ട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇനി എൻ്റെ മകൾക്കുണ്ടായ ഒരു സാക്ഷ്യം എൻ്റെ മകൾ പറയും. എൻ്റെ പേര് ജോയ്സ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. അമ്മ എനിക്ക് തന്ന ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റായ ആദ്യ മാസം മുതലേ എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ചെയ്ത എല്ലാ സ്കാനിങ്ങിലും കുഞ്ഞിന് ചുണ്ടില്ല, തലയിൽ വലിയൊരു മുഴയുണ്ട്, കിഡ്നി ഇല്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോഴത്തേക്കും അന്ന് മുതൽ ഞാൻ ഇവളെ പ്രസവിക്കുന്ന അന്ന് വരെ അമ്മ എൻ്റെ വയറ്റിൽ വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ഉപ്പ് കഴിച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പരിശുദ്ധ അമ്മയോട് ഞാൻ അല്ലാതെയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്ന് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ കുമ്പസാരിച്ചു പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രം മേടിച്ചു കൊണ്ട് കൊടുക്കുകയും അമ്മയുടെ കാശുരൂപം എല്ലാവർക്കും മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് സ്വഭാവപരമായിട്ട് എനിക്ക് ഒത്തിരി ദേഷ്യമുള്ള ഒരാളായിരുന്നു. എനിക്കിപ്പോൾ ഒത്തിരി ദേഷ്യം കുറവുണ്ട്.
ക്ഷമ എന്ന ഒരു പുണ്യം എൻ്റെ അമ്മ ഈശോയും എനിക്ക് തന്നു. എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈശോയുടെ ഈ തിരുമുറിവാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എപ്പോഴും ഞാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒത്തിരി ക്ഷമ തന്ന് സഹായിച്ചതിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 17:8 അരുളി ചെയ്യുന്നു: കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. തങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയ സൗഖ്യ അനുഭവങ്ങൾ, ഒന്ന് ക്യാൻസറാണെന്ന് പറഞ്ഞത് ക്യാൻസർ അല്ല എന്നുള്ള ആ രോഗനിർണയവും, അതുപോലെ തന്നെ മകളുടെ കുഞ്ഞിന് ഫേസ് തന്നെ ഉണ്ടാകില്ല, ചുണ്ടില്ല, മൂക്കില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ വിശുദ്ധ തൈലം അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് പിന്നീട് എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു. അതാണ് ഈ സാക്ഷ്യത്തിലൂടെ നാം കാണുക. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടിയെടുത്ത് 4 ഡോക്ടേഴ്സ് വിധി എഴുതിയ തൻ്റെ ക്യാൻസർ രോഗം ക്യാൻസർ അല്ല എന്ന് തെളിയുകയും ജീവിതത്തിൽ അതോടുകൂടി തന്നെ ഒത്തിരിയേറെ ആത്മീയമായിട്ട് ഉയരുവാനും പ്രാർത്ഥനയിലൊക്കെ തീഷ്ണതയുള്ളവരാകുവാനും കഴിഞ്ഞു. എല്ലാറ്റിനും ഈ കുടുംബം നന്ദി പറയുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന, അതുപോലെ അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ തങ്ങളെ മറച്ച് സംരക്ഷിച്ച ദൈവപരിപാലനയ്ക്ക് ഈ കുടുംബം നന്ദി അർപ്പിക്കുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.